റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ തന്നെ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായും ഫ്ലോറിഡയിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ പിന്നാലെയാണ് നമുക്ക് ആശ്വാസം പകരുന്ന ട്രംപിൻ്റെ ഈ പ്രതികരണം വന്നത്. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് സെലൻസ്കിയും പ്രതികരിച്ചിട്ടുണ്ട്. Russia's going to be helping. Russia wants to see Ukraine succeed. It sounds a little strange, but I was explaining to the president, President Putin was very generous in his feeling toward Ukraine succeeding. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ മധു കൊട്ടാരക്കര ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നല്ല, കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്നാണ് തത്സമയം ചേരുന്നത്. ഗുഡ് മോർണിംഗ് മധു. നാട്ടിലൊക്കെ ചെന്നിറങ്ങിയപ്പോൾ വലിയ സ്വീകരണമൊക്കെ ലഭിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗുഡ് മോർണിംഗ് SK. തീർച്ചയായിട്ടും കൊട്ടാരക്കര നമ്മുടെ സ്വന്തം മണ്ണായതുകൊണ്ട് സ്വീകരണങ്ങൾക്ക് ഒരു കുറവുമില്ലായിരുന്നു. ഫ്ലോറിഡയിൽ നടന്ന ചർച്ചയെക്കുറിച്ച് SK, ലോകരാജ്യങ്ങൾ തന്നെ പ്രത്യേകിച്ച് അമേരിക്കയും അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ ഉറ്റുനോക്കിയിരുന്ന ഒരു ചർച്ചയായിരുന്നു അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വകാര്യ വസതിയായ ഫ്ലോറിഡയിലെ മയാമിയിലെ മാഴെ-ലഗോയിൽ നടന്നത്. ഈ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ്, സെലൻസ്കിയുമായിട്ടുള്ള ചർച്ചകൾക്ക് തൊട്ടു മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ദീർഘനേരം ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു. ഏകദേശം 2 മണിക്കൂറോളം ഇരുവരും ഈ യുക്രൈൻ വിഷയങ്ങൾ സംസാരിച്ചതിന് ശേഷമാണ് സെലൻസ്കിയുമായിട്ടുള്ള ചർച്ചകൾക്ക് ഡൊണാൾഡ് ട്രംപ് തുടക്കമിട്ടത്. ഇതിനുശേഷം ഇരുവരും ഒരു ജോയിന്റ് പ്രസ് മീറ്റിംഗിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. യുക്രൈന്റെ ഏറ്റവും വലിയ ആവശ്യമായ സുരക്ഷാ ഗ്യാരണ്ടിയിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യക്തത ലഭിച്ചിട്ടുണ്ടെന്ന് സെലൻസ്കി പറയുകയുണ്ടായി. എന്നാൽ ഡൊണാൾഡ് ട്രംപ് വളരെ കരുതലോടുകൂടിയാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് 95% ആ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളാണ് കൂടുതലായിട്ട് മുന്നോട്ട് വരേണ്ടത്, അമേരിക്ക അതിനുവേണ്ട പിന്തുണയായിരിക്കും നൽകുകയെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഉള്ള ഒരു പ്രധാന തടസ്സം എന്ന് പറയുന്ന യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തടസ്സം ഡോൺബാസ് എന്ന മേഖല വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. റഷ്യ ഇതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. എന്നാൽ ഡോൺബാസ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു മൃദു സമീപനം ഉണ്ടായേക്കാം എന്ന് സെലൻസ്കി പറയുകയുണ്ടായി. ഡോൺബാസ് ഒരു സ്വതന്ത്ര വ്യാപാര മേഖലയാക്കി മാറ്റുവാൻ, ഒരു സാമ്പത്തിക മേഖലയാക്കുവാൻ ഉള്ള ഒരു കോംപ്രമൈസ്, അങ്ങനെ ഒരു നിർദ്ദേശം അമേരിക്കയ്ക്ക് വേണ്ടി വിലപേശുന്ന ആൾക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യുക്രൈന്റെ സൈന്യം ഡോൺബാസ് മേഖലയിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കണം എന്നാണ് റഷ്യ വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം. അതേസമയം ഡോൺബാസിൽ ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന മേഖലകളിൽ വെച്ച് ഇത് ഫ്രീസ് ചെയ്യിപ്പിച്ച് മറ്റ് മേഖലകൾ ഒരുപക്ഷെ വിട്ടുകൊടുക്കാം. പക്ഷേ യുക്രൈൻ പാർലമെന്റിന്റെ അംഗീകാരം വേണമെന്നാണ് സെലൻസ്കി പറയുന്നത്. അതുപോലെ തന്നെ സാപ്പോറിഷ്യ ആണവ നിലയത്തിന്റെ നിയന്ത്രണം സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഈ നിയന്ത്രണം 2 പേർക്കുമായിട്ട് വീതിച്ച് നൽകുക, അല്ലെങ്കിൽ 2 പേർക്കും നിയന്ത്രണമുള്ള രീതിയിൽ ഈ ആണവ നിലയം പ്രവർത്തനം ആരംഭിക്കത്തക്ക രീതിയിൽ ഒരു നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ഒരു 90% കാര്യങ്ങളിലും ധാരണയായിട്ടുണ്ടെന്നാണ് ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. SK. മധു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചർച്ച വിജയകരമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകത്തിന് ഇറാമുട്ടിയായിട്ടുള്ള ഒരു പ്രശ്നം കൂടി പരിഹരിക്കപ്പെടും. അതിൽ അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റ് അഭിമാനം കൊള്ളുകയും ചെയ്യാം. എന്നാൽ കുറേ അധികം ഭൂമി ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ്, യുക്രൈൻ്റെ. അപ്പോൾ റഷ്യക്കാർക്കൊരു തോന്നലുണ്ട്, അവരുടെ ഒരു പഴയ മണ്ണാണ് യുക്രൈൻ. അപ്പോൾ ഇത് വിട്ടുകൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ ഈ യുദ്ധത്തിൽ നഷ്ടക്കച്ചവടം ടോട്ടലി യുക്രൈനായി തീരും എന്ന് ആശങ്കപ്പെടുന്നുണ്ടോ മധു കൊട്ടാരക്കര? SK, ഈ ഭൂമി വിട്ടുകൊടുക്കുന്നത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷേ റഷ്യ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, യുക്രൈൻ്റെ പുനർനിർമ്മാണത്തിന് അവർ സഹായിക്കുമെന്ന്. പക്ഷേ ഈ ഭൂമി വിട്ടുകൊടുക്കാതെ റഷ്യ യാതൊരു കാരണവശാലും ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ നാറ്റോ അംഗത്വത്തിന് വേണ്ടി യുക്രൈൻ എടുത്തു ചാടിയതാണ് ഇപ്പോൾ ഈ യുദ്ധത്തിലേക്ക് അവരെ വലിച്ചഴിച്ചത്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുമാനത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരിക്കും. ഇരുവരെയും ഒരു മേശപ്പുറത്ത് എത്തിച്ച്, ഇപ്പം SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ലോകത്തിൻ്റെ മുന്നിലുള്ള ഒരു പ്രധാന വിഷയമല്ല, 2 പ്രധാന വിഷയമുണ്ട്. ഇത് റിസോൾവ് ആയി കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന് നോബൽ സമ്മാനവും അതും ഒരു ലക്ഷ്യമാണ്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.